സവാള വില എല്ലാ നിയന്ത്രണങ്ങളും കടന്ന് മുന്നോട്ട് കുതിക്കുകയാണ്. അതേ സംബന്ധിച്ച വാർത്തയാണ് കേരള കൗമുദി ഇന്ന് ലീഡാക്കിയിരിക്കുന്നത്. ആരാണ് ഇതിന് കാരണക്കാർ, ആർക്കാണ് ഇതിൻ്റെ ലാഭം, അതേ സംബന്ധിച്ച ഒരു രാഷ്ട്രീയ നിരീക്ഷണമാണ് കേരള കൗമുദി നടത്തുന്നത്. സവാള വില കൂട്ടലിന് രാഷ്ട്രീയ സംരക്ഷണമുണ്ട്. ഇടത്തരക്കാരാണ് വില കൂട്ടുന്നത്, കച്ചവടക്കാരാണ് വില കൂട്ടുന്നത്. സവാള കച്ചവട രംഗത്ത് ഒരു ലോബി തന്നെയുണ്ട്. ഈ ഉത്തരേന്ത്യൻ ലോബിയാണ് വില കൂട്ടുന്നത് എന്നും അങ്ങനെ വില കൂട്ടുന്നത് വഴി അവർ ഒരു ലോബിയിങ് ആണ് നടത്തുന്നത് എന്നുമാണ് കേരള കൗമുദി പറയുന്നത്. ഈ വാർത്ത ഇന്നലെ മറ്റ് പത്രങ്ങളിൽ വന്നിരുന്നു, മറ്റ് ദൃശ്യമാധ്യമങ്ങളിൽ വന്നിരുന്നു. സവാള വില റോക്കറ്റ് പോലെ കുതിച്ചുയരാൻ കാരണം ഇടനിലക്കാരുടെ കൊടിയ ചൂഷണമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയ സംരക്ഷണത്തോടെയാണ് ഈ കൊള്ളയടി. സവാള വില അതിൻ്റെ ഉൽപ്പാദകർക്ക് കിട്ടുന്നതും കച്ചവടക്കാർക്ക് കിട്ടുന്നതും തമ്മിലുള്ള അന്തരവും ഈ വാർത്തയിൽ പറയുന്നു. നബാർഡിൻ്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ ഓഗസ്റ്റിൽ 1 കിലോ സവാളയ്ക്ക് വെറും 8 രൂപ കർഷകർക്ക് നൽകിയിരുന്നപ്പോൾ പൊതുവിപണിയിലെ വില 70 രൂപയായിരുന്നു. ഇപ്പോഴും കർഷകന് ലഭിക്കുന്നത് തുച്ഛമായ വിലയാണ്. നബാർഡിൻ്റെ തന്നെ കണക്ക് പ്രകാരം 4 രൂപ 40 പൈസയാണ് 1 കിലോ സവാളയുടെ ഉൽപ്പാദന ചിലവ്. ഉൽപ്പാദിപ്പിച്ചവർക്ക് 8 രൂപ കിട്ടുമ്പോൾ കച്ചവടക്കാർക്ക് 70 രൂപ മുതൽ 100 രൂപ വരെയാണ് അതിൻ്റെ വിലയായി മാറിയിരിക്കുന്നത്. ലാഭത്തിൻ്റെ തോത് ഒന്ന് അനുമാനിച്ചു നോക്കുക. ഒടുവിൽ മദനിക്ക് നേത്ര ചികിത്സ ലഭിച്ചു. സുപ്രീം കോടതിയുടെ നിരീക്ഷണം ബലവത്തായി. നേത്ര ചികിത്സ ഇന്നലെ ആരംഭിക്കുകയും ചെയ്തു. ആ വാർത്ത മാധ്യമം എന്ന പത്രം പൊതുവൃത്താന്തം പേജിൽ തരുന്നു. മദനിക്ക് നേത്ര ചികിത്സ തുടങ്ങി ഒരാഴ്ചക്കിടെ കാഴ്ചശേഷി വീണ്ടും കുറഞ്ഞു. സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിനും ഈ ചികിത്സ ആരംഭിക്കുന്നതിനും ഇടയ്ക്കുള്ള ഒരാഴ്ചക്കിടെ അദ്ദേഹത്തിൻ്റെ കാഴ്ചശേഷി വീണ്ടും കുറഞ്ഞു എന്നാണ് റിപ്പോർട്ട്. ബാംഗ്ലൂർ സ്ഫോടന കേസിൽ പ്രതിയേർക്കപ്പെട്ട PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനിക്ക് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നേത്ര ചികിത്സ തുടങ്ങി. കണ്ണ് പരിശോധനയിൽ ഒരാഴ്ചക്കിടെ കാഴ്ചശേഷി വീണ്ടും കുറഞ്ഞതായി കണ്ടെത്തി. ഒക്ടോബർ 17 പരിശോധിച്ചപ്പോൾ ഇടത്തെ കണ്ണിനുണ്ടായിരുന്ന 4/1 കാഴ്ചക്ഷമത 6/1 കുറഞ്ഞു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇന്ന് മലയാള മനോരമ അതിൻ്റെ ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത് ഫെഡറൽ ബാങ്കിന് 74% വിദേശ പങ്കാളിത്തം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. വലിയ ചർച്ചയും വിവാദങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ബാങ്കിങ് സെക്ടറിലെ വിദേശ പങ്കാളിത്തം. ആ വിദേശ പങ്കാളിത്തം ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 74% വിദേശ മൂലധനമാണ് എന്ന വാർത്ത മനോരമ ലീഡാക്കിയിരിക്കുന്നു. കാണുക, ഫെഡറൽ ബാങ്കിൽ 74% വിദേശ പങ്കാളിത്തം. വിദേശ നിക്ഷേപ പ്രോത്സാഹന ബോർഡിൻ്റെ അനുമതി അക്കാര്യത്തിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വാസുദേവ ഭട്ടതിരി കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഫെഡറൽ ബാങ്ക് ഓഹരികളിലെ വിദേശ പങ്കാളിത്തം 74% ഉയർത്താൻ വിദേശ നിക്ഷേപ പ്രോത്സാഹന ബോർഡിൻ്റെ അനുമതി. 1400 കോടിയോളം രൂപയുടെ വിദേശ നിക്ഷേപമാണ് ഇതുവഴി നാം പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ ചെറുകിട ബാങ്കുകളെ ഏറ്റെടുക്കാൻ വിദേശ ബാങ്കുകളെ അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ രഘുറാം രാജൻ വെളിപ്പെടുത്തിയിരിക്കെ FIPB അനുമതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇതുവഴി ഫെഡറൽ ബാങ്ക് ലക്ഷ്യമിടുന്നത് ഓഹരി വില വർധനയാണ് എന്നും മറ്റൊരു വാർത്തയിൽ, ഒരു ഇൻസെറ്റ് വാർത്തയിൽ പത്രം പറയുന്നു. അതിങ്ങനെ, വിദേശ പങ്കാളിത്തത്തിലെ വർധനയുടെ ഉദ്ദേശം ഫെഡറൽ ബാങ്ക് വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഓഹരികളുടെ വിലക്കയറ്റമാണ് ലക്ഷ്യമെന്ന് ബാങ്കിംഗ് മേഖലയുമായും ഓഹരി വിപണിയുമായും ബന്ധപ്പെട്ടവർ കരുതുന്നു എന്ന വാർത്തയും മനോരമ ഇന്ന് ലീഡ് വാർത്തയിലൂടെ നമ്മോട് പറയുന്നു. മൂന്നാറിലെ ഇടിച്ചുപൊളി ഉത്സവം നടന്ന കാലഘട്ടത്തിൽ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നാം ഒരു വാക്ക് കേട്ടിരുന്നു, രവീന്ദ്രൻ പട്ടയം. ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ചിട്ടില്ലാത്ത പട്ടയങ്ങളെയാണ് രവീന്ദ്രൻ പട്ടയം എന്ന വാക്കുകൊണ്ട് നാം വിശദീകരിച്ചിരുന്നത്. 4251 ഏക്കർ 530 പേർക്കായി വീതിച്ച് നൽകിയ പട്ടയമാണ് രവീന്ദ്രൻ പട്ടയം. ഇത്രയധികം പട്ടയം സാധാരണക്കാർക്ക് നൽകിയ MI രവീന്ദ്രന് തൻ്റെ സ്ഥലത്ത് പട്ടയം നേടിയെടുക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. തൻ്റെ പൂർവ്വ സ്വത്തിൽ പട്ടയം നേടിയെടുക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നാണ് മാതൃഭൂമി നിരീക്ഷിക്കുന്നത്. കൗതുകകരമായ വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. രവീന്ദ്രൻ പട്ടയങ്ങൾ നൽകിയ രവീന്ദ്രൻ പട്ടയത്തിനായി അദ്ദേഹം അലയുന്നു. MI രവീന്ദ്രൻ്റെ ചിത്രവുമുണ്ട്. ABP ജോയി കട്ടപ്പനയിൽ നിന്നാണ് ആ വാർത്ത തരുന്നത്. വിവാദമായി രവീന്ദ്രൻ പട്ടയങ്ങൾ നൽകിയ MI രവീന്ദ്രൻ പട്ടയത്തിനായി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുന്നു.
ഇദ്ദേഹത്തിന് ഇപ്പോൾ രേഖകൾ പ്രകാരം 1 സെന്റ് ഭൂമി പോലുമില്ല. പൈതൃകമായി ലഭിച്ച 4 ഏക്കർ ഭൂമി കൈവശമുണ്ട്, പക്ഷേ പട്ടയമില്ല. ഭൂരഹിത കേരളത്തിൽ മുതൽ ദേവികുളം തൊടുപുഴ റവന്യൂ ഓഫീസുകൾ വരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ സംസ്ഥാന പട്ടികജാതി വർഗ ക്ഷേമ സമിതി ഓഫീസ് വരെ ഒരിക്കൽ പട്ടയം ഒപ്പിടാനുള്ള അധികാരമുണ്ടായിരുന്ന വ്യക്തി ഇന്ന് ഈ അധികാര കസേരകൾക്ക് മുന്നിൽ വിനീത വിധേയനായി നിൽക്കുന്നു. പട്ടയം തേടി അദ്ദേഹത്തിൻ്റെ 4 ഏക്കർ സ്വത്തിന്, പിതൃസ്വത്തിന് അദ്ദേഹത്തിന് പട്ടയം ലഭിക്കുന്നില്ല എന്ന് ഈ വാർത്ത പറയുന്നു. ഇന്ന് ഹിന്ദുവിൻ്റെ രണ്ടാമത്തെ വാർത്ത, ഒന്നാം പുറത്തെ രണ്ടാമത്തെ വാർത്ത തമിഴ്നാട് അസംബ്ലി പാസാക്കിയ ഒരു പ്രമേയത്തെ സംബന്ധിച്ച വാർത്തയാണ്. തമിഴ്നാട് അസംബ്ലി ഒരു പ്രമേയം ഏകകണ്ഠമായി പാസാക്കി ഭരണപ്രതിപക്ഷ ഭേദമന്യേ ശ്രീലങ്കയിലെ തമിഴരുടെ വികാരത്തിന് പുല്ലുവില കൽപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങളെ വിമർശിക്കുന്നതാണ് ആ പ്രമേയം. ബോയ്ക്കോട്ട് ചോഗം മീറ്റിംഗ് എന്നാണ് തമിഴ്നാട് അസംബ്ലി പറഞ്ഞിരിക്കുന്നത്. മുൻ കോമൺവെൽത്ത് രാജ്യ മേധാവികളുടെ സമ്മേളനം നവംബറിൽ നടക്കാൻ പോവുകയാണ്. അങ്ങനെ നടക്കാൻ പോകുന്ന നവംബറിലെ ആ സമ്മേളനം ഇന്ത്യ ഗവൺമെൻറ് പൂർണ്ണമായും ബഹിഷ്കരിക്കണം. കാരണം ശ്രീലങ്കയിലെ തമിഴർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ മുൻനിർത്തി അത് ലോകസമക്ഷം ഉന്നയിക്കുന്നതിനാണ് ഇപ്രകാരം ശ്രീലങ്കയിലെ തമിഴർക്ക് വേണ്ടി നമ്മുടെ തമിഴ്നാട്ടിലെ തമിഴർ ഏകകണ്ഠമായി ഒരു പ്രമേയം പാസാക്കിയത് എന്ന് ബി കോലപ്പൻ ചെന്നൈയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര മന്ത്രിസഭയിൽ തന്നെ വ്യക്തമായ ഒരു നിലപാടില്ല എന്ന ആക്ഷേപവും ഈ പ്രമേയത്തിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നാണ് ഈ ഹിന്ദു വാർത്ത നമ്മോട് പറയുന്നത്.